ചേട്ടേ മാദി ഷാപ്പിനെ കുറിച്ച് പറ. ഇത് ചേട്ടൻ എവിടെ പോയാലും അതിന്റെ ഹിസ്റ്ററി നോക്കിയിട്ടാണ് പോകാറ്. മാദി ഷാപ്പിനെ കുറിച്ചുള്ള ഒരു ഹിസ്റ്ററി ചേട്ടാ ഇപ്പം പറയുന്നതാണ്. ഭയങ്കര ഇവിടെ ഒമാൻ കൾച്ചറിന്റെ മെയിൻ സംഭവമല്ലേ. അതിനകത്ത് ഇവർ പറഞ്ഞേക്കുന്ന നിയോലിത്തിക് യുഗത്തിലുള്ള സംഭവങ്ങളെല്ലാം ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2001 എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിന് കുറേ ബ്യൂരിയൽ സ്ഥലമൊക്കെ. ബ്യൂരിയൽ എന്ന് പറഞ്ഞാൽ ഈ കുഴിമാടങ്ങൾ ഇതൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര കൾച്ചറായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര ഈ ഗൾഫ് ഓഫ് ഒമാൻ അടുത്തായതുകൊണ്ട് ഫിഷിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ആൾക്കാർ ആദ്യകാലത്ത് ഇവിടെയാണ് കുടിയേറിയത്. പിന്നെ പ്രത്യേകിച്ച് യമനിന്നും അവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ആദ്യം വന്നതെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് ആദ്യത്തെ സെറ്റിൽമെൻറ്റ് സ്ഥലം ഒമാൻ്റെ. ഇതൊക്കെ കണ്ടേ ഈ പോകുന്ന വഴി ബാക്കി കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ട്രിപ്പ് നമ്മൾ 0 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ പോവല്ലേ? വിട്ടേക്കാം. അത് ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇവിടെ നിന്ന് മൂവായി. ഇനി നമുക്ക് ആദ്യം കുറച്ച് പെട്രോൾ അടിക്കണം. ഇപ്പോൾ എല്ലാവരും മസ്കറ്റ് ഉണർന്നു വരുന്നതേ ഉള്ളൂ. അക്കരെ കിടന്നിട്ട് അവിടെ നിന്ന് പോകണമായിരുന്നു. ഇപ്പം അത് ബോട്ട് സർവീസുകാരാണ് അവിടെ ഇരിക്കുന്നത്. ഈ ബോട്ട് നമ്മളിങ്ങനെ ചുറ്റി അങ്ങനെ അവർ നമ്മളെ കൊണ്ടുപോകും. അത് നല്ലൊരു ഇതായിരുന്നു. പക്ഷെ ഇപ്പം ബോട്ട് സർവീസ് ഇപ്പം ഞങ്ങളാകെ 2-3 പേരേ ഉള്ളൂ. തിങ്കളാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതപ്പുറം കടലാണ്, ഫുൾ കടൽ. ഇവിടുന്ന് 1 റിയാലാണ് ജാക്കറ്റിന് വേണ്ടത്. ചേട്ടായി ജാക്കറ്റ് ഇട്ട് നോക്കുകയാണ്. അപ്പോൾ കുറച്ച് ആടുകൾ അതിൽ കൂടെ പോകുന്നു. ഞങ്ങൾ അതിൽ പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. എന്താ ചേട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അതിസാഹസികമായിട്ടാണ് പോകുന്നത്. പുതിയ ഷൂ ഒക്കെ ഇട്ടിട്ട് ചേട്ടായി പോകുന്നത്. നമ്മുടെ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ഇവർ ഇതിലൊക്കെ കൂടെ പോകാൻ സമ്മതിക്കില്ല. കർഷകരുണ്ട് ഇവിടെ മറ്റേ ആമ്പലിൻ്റെ കൃഷി. അവനോട് ചോദിച്ചാൽ വഴി അങ്ങോട്ടാണ്, അവൻ പറഞ്ഞു തരും. അവരൊക്കെ ബൈസാബ് ക്രോസിങ്. കല്ലും മുള്ളും നിറഞ്ഞ വഴി. ഫുൾ ഓഫ് ചെളി. ഊരിയോ? ചേട്ടൻ്റെ ഉള്ളിൽ കൂടെ ആദ്യമാണോ ഇത്? മറ്റേ ഈന്തപ്പന വേറെ മോഡൽ. കഴുത. ലോകത്തെ ഏറ്റവും കൂടുതൽ വില കൂടിയ പാലുകളിലൊന്ന് കഴുതപ്പാൽ. 2 സൈഡിലും ഫുൾ മലകൾ. നോക്കുക. ഭീകരത മനസ്സിലാക്കണമെങ്കിൽ ഇതാ നോക്കിയോ, ഇങ്ങനെയാണ്. ഇത്രയും ഉണ്ട്. ഫുള്ള് ഭീകര. കാലിലെ ചെളി പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കഴുകാൻ വേണ്ടി. എന്നാ അത് പാമ്പല്ല ആണോ? ഇതാരോ വളർത്തുന്ന കരുതി. എൻ്റെ പുറത്തോടെ എല്ലാം ഓരോരോ സാധനങ്ങൾ. இந்த மாதிரி நேரங்களில் வீரங்கள் என்ன சொல்லும் தெரியுமா?